പ്രിയപ്പെട്ട പ്രകാശ് പി തോമസ് സാറ് നമുക്ക് കേരള ക്രിസ്ത്യൻ കൗൺസിൽ ഓഫ് ചർച്ചസ് എന്ന് പറയുന്ന ഒരു മനോഹരമായ ഒരു സംവിധാനമുണ്ട്. WCC വേൾഡ് കൗൺസിൽ ഓഫ് ചർച്ചസിൻ്റെ കേരളത്തിൻ്റെ ഭാഗമാണ് KCC എന്ന് പറയുന്നത്. ഈ KCC ജീവിക്കുന്നതാണെന്ന് മനുഷ്യർക്ക് ബോധ്യപ്പെട്ടത് ഈ അഡ്വക്കേറ്റ് ഡോക്ടർ പ്രകാശ് പി തോമസ് സാറ് അതിന് സാരഥ്യം ജനറൽ സെക്രട്ടറിയായി സാരഥ്യം ഏറ്റെടുത്ത നാൾ മുതലാണ്. ഈ KCCയുടെ ശാഖകൾ അമേരിക്ക വരെ ഉണ്ടെന്ന ആളാണ്. കേരളത്തിൽ മാത്രമേ പാടുള്ളതാണ്, പക്ഷേ അമേരിക്ക വരെ KCC തുടങ്ങിയ ഒരു സെക്രട്ടറിയാണ് നമ്മുടെ കൂടെ ഇരിക്കുന്നത്. ഞാനിവിടെ പ്രിയപ്പെട്ട സാറിന് ഇവിടെ ഇരിക്കുമ്പോൾ ഒരു കാര്യം മാത്രം അനുസ്മരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പ്രത്യേകിച്ചും ക്രൈസ്തവ സഹോദരങ്ങൾ നമ്മളുടെ ഒരു ജീവിതവും ശുശ്രൂഷയും ഒരു കാലഘട്ടത്തിൽ ഒഴിച്ചുകൂടാൻ പാടില്ലാത്ത തലത്തിൽ അത്രമേൽ പ്രാധാന്യമുള്ളതായിരുന്നു. നമ്മൾ വിശാല മനസ്കതയോടുകൂടി പൊതുസമൂഹത്തെ എന്നും നമ്മൾ കണ്ടിരുന്നു. എന്നാൽ ഈ വർത്തമാനകാലത്തിൽ പ്രത്യേകിച്ചും അടുത്തൊരു കാലത്തായിട്ട് നമ്മൾ വളരെയേറെ ഞെരുക്കപ്പെടുന്നു എന്നുള്ളത് ഒരു വസ്തുതയാണ്. നമ്മളുടെ മനുഷ്യർക്ക്, നമ്മളുടെ പ്രിയപ്പെട്ടവർക്ക്, അത് മലയോരങ്ങളിലാണെങ്കിലും മുനമ്പം പോലുള്ള സ്ഥലങ്ങളിലാണെങ്കിലും എന്നുവേണ്ട എല്ലാ സ്ഥലങ്ങളിലും ക്രൈസ്തവ സഹോദരങ്ങൾ അനുഭവിക്കുന്ന വേദനകൾ, നമ്മളുടെ ദളിത് ക്രിസ്ത്യൻസ് എന്ന് പറയുന്ന പ്രിയപ്പെട്ട മക്കൾക്കുള്ള അവകാശങ്ങൾ, അപ്പോൾ ഇവയൊക്കെ നേടിയെടുക്കുവാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇവരോട് സത്യത്തിൽ ഈ ക്രൈസ്തവ സമൂഹത്തിനുള്ള സ്നേഹവും ബന്ധവും പ്രകടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ പ്രിയപ്പെട്ട പ്രകാശ് നടത്തുന്ന ശ്രമങ്ങൾ, നഷ്ടങ്ങൾ മാത്രമേ അദ്ദേഹത്തിന് അതുവഴി ഉണ്ടാവുന്നുള്ളൂ എന്നെനിക്കറിയാം. പക്ഷേ ഈ കാലഘട്ടത്തിൽ നമ്മളുടെ ഒരു സ്വരമായിട്ട് എന്ന് പറഞ്ഞാൽ, നമുക്കാരുടെയും മേൽ എന്തെങ്കിലും ഒരു അവകാശം വേണമെന്നോ ഏതെങ്കിലും തരത്തിൽ നമ്മളെ പ്രത്യേകമായി പരിഗണിക്കണമോ ഒന്നും നമുക്കൊരാഗ്രഹമില്ല. നമുക്ക് ആകെ കൂടിയുള്ള ഒരാഗ്രഹം ഇതാണ്: ഈ മണ്ണിൽ പിറന്നു വീണ മക്കളെന്നുള്ള തലത്തിൽ മറ്റെല്ലാവർക്കുമുള്ള അവകാശങ്ങളും അതുപോലെ തന്നെ സാധ്യതകളും നമുക്കും നമ്മുടെ കുഞ്ഞുങ്ങൾക്കും ഉണ്ടാവണം എന്നുള്ള കാര്യം മാത്രമാണ്. തീർച്ചയായിട്ടും അദ്ദേഹം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇവിടെ പറയത്തില്ല. എങ്കിലും ഞാൻ എൻ്റെ ഒരു സ്നേഹം അദ്ദേഹത്തോടുള്ളത് ഒന്ന് പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു കാര്യം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഈ കത്തീഡ്രൽ